ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു നാടൻ മീൻകറീൻ്റെ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഉണക്കമാങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണലായ ഫിഷ് കറീൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്. നമുക്കിത് തേങ്ങ ഇല്ലാതെയും തേങ്ങ അരച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം നമ്മൾ മീൻ കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് തരം ഫിഷും നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ അയല മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1/2 കിലോ അയല മീൻ കഴുകി വൃത്തിയാക്കി ഒരു കീറൊക്കെ കൊടുത്തിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മത്തി കൊണ്ടും പിന്നെ നെയ്മീനും അങ്ങനെ ഏത് തരം മീൻ കൊണ്ടും നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഉണക്കമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കടയിൽ നിന്ന് പാക്കറ്റായിട്ട് ഇത് വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഉണക്കമാങ്ങയാണ്. അപ്പോൾ ഞാനതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണക്കുമ്പോഴൊക്കെ പൊടിയൊക്കെ പിടിക്കുമല്ലോ, അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മളെ വീട്ടിൽ ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കമാങ്ങ നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ കറി ഉണ്ടാക്കണേ അതിനനുസരിച്ചിട്ട് പുളിക്കനുസരിച്ചിട്ട് മാങ്ങ എടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 6 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഒരു 2 എണ്ണം. പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം. അത് നമുക്ക് നടുകെ പിളർത്തി കൊടുത്താൽ മതി, അത് ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വലിയ ജീരകവും ചതച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ വലിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അരച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് തേങ്ങ ഇല്ലാതെ ഈ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വലിയ ജീരകവും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മൺചട്ടി വെക്കുന്നുണ്ട്. നമുക്ക് മീൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാം. മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഉലുവ ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ മൺചട്ടി ആകുമ്പോൾ തീയൊന്ന് കുറച്ച് വെക്കണം, കാരണം വേഗം പുകഞ്ഞു പോകുള്ളൂ അല്ലെങ്കിൽ. ഇനി ഇതിലേക്ക് ഞാൻ വറ്റൽ മുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയ്ക്കൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. ഉണക്കമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. ഞാനിതൊരു കുറച്ച് ട്രഡീഷണലായ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളിയും വലിയ ജീരകവും ഒന്ന് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പുകഞ്ഞു പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന ടൈമിൽ ഇനി നമുക്കിതിലേക്ക് നമ്മൾ പച്ചമുളക് നടുകെ ഒന്ന് പിളർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് നന്നായി വറുത്തെടുക്കുന്ന പോലെ നമുക്കൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ നമുക്ക് എത്രയാണോ ഇതിൽ കറി വേണ്ട അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമാങ്ങ ഇട്ട് കൊടുക്കാം. ഉണക്കമാങ്ങ നമുക്ക് പുളിക്കനുസരിച്ച്, ഇനി ഉണക്കമാങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം മെത്തേഡിൽ നമുക്ക് വാളംപുളിയോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇവിടെ അധികം വാളംപുളിയൊക്കെയാണ് നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ചേർക്കാറ്, തക്കാളിയും വാളംപുളിയൊക്കെ. ഇനി ഞാൻ തേങ്ങ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 ചെറിയ ഉള്ളിയും ഒരു 1/4 സ്പൂൺ വലിയ ജീരകം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് തേങ്ങ സ്കിപ്പ് ചെയ്യാം, തേങ്ങ അരക്കാതെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങയൊക്കെ നന്നായി കുക്കായി വന്നപ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ഫിഷും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമാങ്ങ ഇടുന്ന ഒരു ടേസ്റ്റ് ഒന്നുമല്ല, നമ്മൾ ഉണക്കമാങ്ങ ഇടുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും.
നല്ലൊരു കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഇത് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് കേടുവരില്ല. അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി പിറ്റേ ദിവസമൊക്കെ നമുക്ക് നന്നായി തന്നെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ തേങ്ങ ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോഴും നല്ല ടേസ്റ്റാണ്. തേങ്ങ അരച്ചിട്ടും നമ്മൾ തേങ്ങ വറുത്തിട്ടും നല്ല ഇതിലരക്കണേ, ജസ്റ്റ് അരച്ചൊഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ മീനൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇളക്കി കൊടുത്താൽ മീൻ നമുക്ക് ഉടഞ്ഞു പോകുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഒന്ന് തിള വരുന്നവരെ നമുക്ക് മൂടി വെക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഓൾറെഡി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ എത്ര ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് തൂമിച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതൊരു നമ്മൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ട്രഡീഷണലായ ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ കഴിച്ചാൽ നമുക്ക് അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ടൈമൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ എരിയും പുളിയും ഒക്കെ നല്ലതായ മസാലകളൊക്കെ നമ്മുടെ ഫിഷിലേക്കൊക്കെ കൂട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ മാങ്ങേൻ്റെയൊക്കെ ആ സ്മെല്ലൊക്കെ നന്നായിട്ട് തന്നെ കറിയിലേക്ക് ഇറങ്ങി കിട്ടണം. കാരണം നമ്മൾ ഉണക്ക മാങ്ങയല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉണക്ക മാങ്ങയില്ലെങ്കിൽ നിങ്ങൾക്ക് വാളംപുളിയൊക്കെ യൂസ് ചെയ്തിട്ട് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഏത് തരം ഫിഷും ഇതിന് യൂസ് ചെയ്യാം. അപ്പം നല്ല ട്രഡീഷണലായ ഒരു ഫിഷ് കറീൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും.